എങ്ങനെയാണോ ഈ ഹീറോയിൻസിനെല്ലാം ഹീറോ ഒറ്റപ്പാട്ടി തന്നെ കറക്കി എടുക്കുന്നത്? ആ എന്തൊരു കഷ്ടമാ. ഇനി എത്ര കാലം ഈ ഡയലോഗ് പറയടാ നീ? ഇനി ഈ ഡയലോഗ് തന്നെ വായിന്ന് വീണോ? പോയെ പോയെ പോയെ. നീയും എന്നോടൊപ്പം പോര്, വാടാ. എനിക്കും ആഗ്രഹമുണ്ടെന്നേ. ഷോറൂം ഇപ്പോഴല്ലേ ഓപ്പൺ ചെയ്തത്. ഇനി ഇവിടെ ചെറിയ ചെറിയ ജോലിയുണ്ട്, അതെല്ലാം തീർത്തിട്ട് വേഗം നോടി ഞാൻ വരാവേ. ഓക്കെ? എത്ര നാളായി? എന്തിന്? നിന്നെ എംഡി വിളിക്കുന്നു. ഓ, കണ്ടില്ലേ നീ ബിസി ആണെന്ന് പറയടാ. എന്തോ പ്രധാനപ്പെട്ട ജോലിയാന്നാ പറഞ്ഞേ. പെട്ടെന്ന് പോ, ഞാൻ പോവും, എനിക്ക് വേറെ പണിയുള്ളതാ. അറേഞ്ച്മെന്റ്സ് ഒക്കെ ഗംഭീരമായിരുന്നു. താങ്ക് യു സർ. അതെ 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 അതെ. അല്ല, നൈറ്റ് ഡിന്നർ പാർട്ടി എവിടെയാ? വീട്ടിലാണ് സർ. വീട്ടിൽ വെച്ചാണോ? അതെ സർ. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. ആ ചന്ദ്രു, പറയൂ സർ. എന്നെ ഇന്റർവ്യൂ ചെയ്തില്ല ഒരു പയ്യൻ. അവന്റെ പേരെന്താന്ന് പറഞ്ഞാൽ സുധിയോ? അതെ സർ. അവനോടും ഈവനിങ് പാർട്ടിക്ക് വരാൻ പറയണം. തീർച്ചയായും സർ. വെരി സ്മാർട്ട് ബോയ്. അതെ സർ. ഓക്കെ, ഐ വിൽ സീ ഇൻ ദ ഈവനിങ്. സുധി നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനല്ലേ? എനിക്ക് അവനെ വളരെ ഇഷ്ടപ്പെട്ടു. ഐ എം ഗെറ്റിംഗ് എൻ ഐഡിയ. രോഹിണിക്ക് വേണ്ടി അവനെ ഒന്ന് ആലോചിച്ചാലോ എന്ന് ചിന്തിക്കുക. വാട്ട്? ഒറ്റ മീറ്റിംഗിൽ അവനെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അവനെ മരുമോനാക്കുക എന്നൊക്കെ വെച്ചാ നമ്മുടെ പാർട്ട്നേഴ്സിന്റെ അടുത്ത് ആരെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും? വിജയ്, ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്തതാ, ഒപ്പീനിയൻ ചോദിച്ചതല്ല. സ്റ്റേറ്റസ് ഒക്കെ നോക്കാൻ തുടങ്ങിയ നീ എൻ്റെ അരികിൽ പോലും ഇരിക്കില്ല. അമ്മാവൻ ഞാൻ എന്താ പറയുന്നത്? നീ എൻ്റെ പെങ്ങളുടെ മോനായതുകൊണ്ടും എൻ്റെ മരുമകനായതുകൊണ്ടും എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാനും അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതണ്ട. അമ്മാവ, ബെറ്റർ നോ യുവർ ലിമിറ്റ്സ്. ഐ ആം ഡൺ. ഇയാൾക്ക് ഒരു വിവരവും ഇല്ല. കണ്ടവനെയൊക്കെ മരുമോനെന്ന് വിളിക്കുന്നു. എൻ്റെ കയ്യിൽ പവർന്ന് കിട്ടിക്കോട്ടെ, അപ്പം എൻ്റെ ലിമിറ്റ് ഞാൻ കാണിക്കാം. എന്തിനാ ഇപ്പൊ ടെൻഷൻ അടിക്കുന്നത്? അങ്ങനെ പറ്റി നിനക്കറിയില്ലേ? എപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയും. അതൊന്നും സീരിയസ് ആക്കരുത്. നമ്മൾ അറിയാതെ എന്തെങ്കിലും നടക്കുമോ? അത് വിട്ടേക്ക്. നമുക്കിപ്പോൾ തന്നെ പോകണം. ഞാൻ കാറിൻ്റെ അടുത്തുണ്ടാവും, നീ പറഞ്ഞേച്ചും വാ. ആ മോന്ത കാണും എനിക്ക് ചൊറിഞ്ഞു വരുവാ. സാറെ വിളിച്ചായിരുന്നു? നീ എന്തായി ചെയ്തത്? നീ പറഞ്ഞതുകൊണ്ടല്ലേ സാമിന് ഇവിടെ ജോലി കൊടുത്തത്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ അച്ഛനും വയ്യ അമ്മൂമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞോണ്ട് ലീവ് ചോദിക്കുക. സാർ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. കാലത്ത് അവൻ വന്നോണ്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ പൊക്കോളാം. ഓക്കെ. അല്ലളിയ, ഞാൻ തന്നെ നോക്കിക്കോളാം. അല്ല, അത് ശരിയാവില്ല, ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. അതല്ലളിയ, ചേച്ചി വേഗം. ഞാൻ തന്നെ പൊക്കോളാം. അളിയൻ വണ്ടി ഓടിക്കണ്ട, കമ്പനി വണ്ടി പോയിക്കോ, ഞാൻ വണ്ടി എടുത്തോണ്ട് വരാം. ശരി, ശ്രദ്ധിച്ചു വാ. വരട്ടെ സാർ. ഇത് അയച്ചേക്ക്. ശരി സാർ. ഓക്കെ. ഒന്ന് നിന്നേ സാർ. ഇന്ന് ഈവനിങ് എന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സൂപ്പർ ഡൂപ്പർ കോക്ടെയിൽ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീ തീർച്ചയായിട്ടും വരണം. ഞാൻ കുടിക്കില്ല സാർ. ഒരു ദിവസം മാത്രം 2 ലാർജ്, ജസ്റ്റ് 2 ലാർജ്. ലൈഫ് എൻജോയ് ചെയ്യ്. ഇൻഫാക്ട് വരദരാജൻ സാർ കൂടെ എന്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചു നീ വരുന്നുണ്ടോന്ന്. ഇക്കാലത്ത് വലിയ ആൾക്കാരോട് സഹകരിക്കാൻ കിട്ടുന്ന ചാൻസ് വിടരുത്. മിസ് ചെയ്യാതെ. ജയ്, പരസ്യോടെ MD-യുടെ മക്കള് വന്നിട്ടുണ്ട്, അവരെ കൂട്ടിക്കൊണ്ട് വരാൻ പോയിരിക്കുക. എടാ ഭയങ്കര. പിന്നെന്താ? ഇന്ന് ഈവനിങ് എന്റെ ഗസ്റ്റ് ഹൗസിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സൂപ്പർ ഡൂപ്പർ കോക്ടെയിൽ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. Hey, come on, darling, let's dance. ദൈവമേ. വെൽക്കം വെൽക്കം. അളിയ പ്ലീസ് 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 അളിയ 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 ചിരിക്കാതെ പ്ലീസ് 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 അളിയ 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 ചിരിക്കാതെ. എന്റെ മക്കളാ. അളിയ അളിയ ചിരിക്കാതെ, അവർ നോക്കുന്നില്ലേ? നാണം കെടുത്തരുത് അളിയ, ചിരിക്കാതെ പ്ലീസ്. അളിയ ദേ നോക്കുന്നില്ലേ? വാ വാ വന്നേ വന്നേ അളിയ അളിയ വാ അളിയ പ്ലീസ്. Hey guys, പാർട്ടി ശരിക്കും എൻജോയ് ചെയ്യണമെന്ന് തോന്നുന്നു. ഗുഡ് ഗുഡ്. അല്ല, വെറും കൈയോടെയാണല്ലോ നിപ്പ്. Where is the drink? കുടിക്കില്ല സാർ. വാട്ട്? അല്ല സാറേ, രാവിലെ ജോലി ഉണ്ടാ. അപ്പൊ എനിക്ക് ജോലിയില്ലേ, ഇയാൾക്ക് ജോലിയില്ലേ? ഇവർക്കാർക്കും ഒരു ജോലിയില്ലെന്നാണ് പറയുന്നത്. ഏയ് ചന്ദ്രു, യുവർ ബോയ്സ് ആർ ഇൻസൾട്ടിങ് മീ. നമ്മുടെ പാർട്ടിക്ക് വന്ന് കുടിക്കില്ല. സാറിനറിയില്ലേ നാളെ രാവിലെ? അതുകൊണ്ട് ഇനി ഒന്നും മിണ്ടിപ്പോരുത്. ഗോഡ്സ് സർ, 1 അവറിനുള്ളിൽ ഇവർ ഫുൾ ബോട്ടിൽ തീർത്തില്ലെങ്കിൽ ഷൂട്ട് ചെയ്തേക്കും. സാർ, ഇവൻ വെള്ളം അടിച്ച സാറിനെ കൊന്നുകളയും. വാട്ട്? അല്ലല്ല, സംസാരിച്ച് വധിച്ച് കൊന്നുകളയുമെന്നാ പറഞ്ഞത്. ഏയ്, മേക്ക് ടു സ്ട്രോങ് ഡ്രിങ്ക്സ്. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, എന്താ വിജയകൃഷ്ണൻ സാർ വരാഞ്ഞത്? നാളെ ഒരു വലിയ ഡീൽ സൈൻ ചെയ്യുന്നു. excellent. അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തോണ്ട് അതിന്റെ തിരക്കിലാവും. ഗുഡ് ഗുഡ് ഗുഡ്.
ഇവിടുത്തെ ബിസിനസ്സിൽ ഇപ്പോൾ നമ്മളെ വെല്ലാൻ ആരുമില്ല. സിംഗപ്പൂരിലേക്കും കൂടെ വ്യാപിപ്പിക്കാൻ പോകും. സിംഗപ്പൂർ ഓൾവേസ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. നമ്മുടെ ബിസിനസ് അവിടെയും വിജയിക്കും. എല്ലാം നമ്മുടെ കൈക്കുള്ളിലാവും. ദാറ്റ്സ് എ ഗ്രേറ്റ് സീക്രട്ട്. അളിയ ഇയാൾ കഴുത്തറുത്ത് കൊല്ലുമെന്നാ തോന്നുന്നേ. വാ പോകാം. എടാ എന്താടാ ഈ ചെയ്യുന്നത്? ഓക്കേടാ, നീ കളിയാക്കി അത്ര മോശമൊന്നും അല്ല. ഇപ്പൊ കാണാൻ മനോഹരമായിട്ടുണ്ട്. അളിയ നിനക്ക് തലക്ക് പിടിച്ച് ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. സാറേ ടോയ്ലറ്റ് എവിടെ? എപ്പോഴും പോലെ പുറയിലുള്ളത്. നിന്നെ ഇഷ്ടമായെന്നാ തോന്നുന്നത്. എടാ തുണ്ടി വാടാ. നിനക്ക് വിവരമില്ലടാ. അയാളോ ഒന്നിനും കൊള്ളില്ല. അതിന്റെ ഇടയ്ക്ക് നീ എം ഡിയുടെ പെൺമക്കളെ വായും പൊളിച്ചു നോക്കുന്നു. ഇനി കഴിക്കാൻ ബിരിയാണി വല്ലതും കിട്ടുമെന്ന് നോക്ക്. കഴിച്ചിട്ട് നാട്ടിലേക്ക് പോവാം. രാവിലെ ഒരുപാട് ജോലിയുള്ളതാ. അങ്ങനെ തണുത്തൊരു ബിയർ അടിച്ചാൽ നന്നായിരിക്കും അല്ലേ? എടാ മിണ്ടാതിരിക്കടാ. അളിയാ അങ്ങോട്ട് ഒരു കട ബിരിയാണി ബിരിയാണി ബിരിയാണി. ഇതാണ് ജയകാന്ത്, ഡയറക്ടറുടെ ക്ലോസ് ഫ്രണ്ട്. ഡേറ്റ് ഫ്രീ ആയതുകൊണ്ട് ഈ പടത്തിൽ ഗസ്റ്റ് റോളാ. എന്താ ചേട്ടോ ബിരിയാണി വല്ലതും ഉണ്ടോ? ഇതിനൊന്നും വേറെ പണിയില്ല. ബിരിയാണി കയറ്റാൻ വന്നേക്കുന്നത് രാത്രി. ചേട്ടാ ബിരിയാണി ഉണ്ടോ? ബിരിയാണി ഇല്ല, ഇഡലി ദോശയും പൊറോട്ടയും മാത്രമേ ഉള്ളൂ. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. ചൂടുള്ള ഇഡലിയും ദോശയും വാ നമുക്ക് കഴിക്കാം. വാ വാ വാ. വേറെ എവിടെ ചേട്ടാ ബിരിയാണി കിട്ടുന്നത്? ഇപ്പൊ വേറെ എങ്ങും ബിരിയാണി കിട്ടില്ല. ചൂടുള്ള ഇഡലി ഉണ്ട്. വേണോ? വേണ്ട ചേട്ടാ. പാർസൽ എന്തെങ്കിലും. ഇവിടെ ബിരിയാണിയിലെ പിന്നെ എവിടെ കിട്ടാനാ? തീർച്ചയായിട്ടും ഒരു കട കാണും. ബിരിയാണി തന്നെ വേണോ? ദോശ ഇഡലിയും സാമ്പാറും ഒന്നും കഴിക്കില്ല സാറ്. ഇടയിന്ന് ഒരു ദിവസത്തേക്കെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യ് പ്ലീസ്. എന്ത് ഒരു ദിവസോ? എടാ 11ാം ക്ലാസ്സിലെ ഞാൻ മെയിൻ ഡിഷായിട്ട് ബിരിയാണി കഴിക്കുമ്പോ സൈഡ് ഡിഷായിട്ട് മദ്യം മേടിച്ചു തന്നവനാ നീ. അന്ന് തൊട്ട് ഇന്ന് വരെയും എപ്പം ഞാൻ സൈഡ് ഡിഷായിട്ട് വെള്ളം അടിച്ചാലും അപ്പോഴെല്ലാം മെയിൻ ഡിഷായിട്ട് ബിരിയാണി കഴിക്കണം. നിനക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ബിരിയാണി വേണം. ഡോട്ട്. നീ ബിരിയാണി ബിരിയാണി പറഞ്ഞ് ടോർച്ചർ ചെയ്ത പ്ലീസ്. കടന്ന് കരയാതെ വാടാ. തീർച്ചയായും ബിരിയാണി കിട്ടും. നിനക്ക് അങ്ങനെ അറിയാം? അളിയാ ക്ഷമിച്ചാൽ എന്തും കൈയടക്കാം. ഒന്ന് സമാധാനപ്പെട്ട് തീർച്ചയായിട്ടും കിട്ടും. നമ്മൾ ബിരിയാണി കഴിക്കാൻ നാട്ടിലേക്ക് പോകുന്നില്ല, അത്രേ ഉള്ളൂ. അളിയാ അങ്ങോട്ട് നോക്കടാ. പോകാം പോകാം. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ? നീ ആഗ്രഹിക്കുന്ന എപ്പോഴും നിനക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമാണോ ഞാൻ ആഗ്രഹിക്കുന്ന കൂടി നിനക്കാ കിട്ടുന്നത്? അതൊന്നും അല്ല അളിയാ, സമയം ശരിയാണ്, അത്രേ ഉള്ളൂ. എന്നാൽ നീ എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം എന്റെ വിധി ദുരിതത്തിലും കഷ്ടപ്പാടിലുമായി. എടാ എന്തിനിങ്ങനെ സംസാരിക്കുന്നത്? തിങ്ക് പോസിറ്റീവ്. ഇന്ന് രാത്രി ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞു, നമുക്ക് കിട്ടിയില്ലേ? ഇപ്പൊ ഞാൻ പറയാ, ഇന്ന് തൊട്ട് നിന്റെ സമയം മാറുവാടാ. മാറിയില്ലേ? കണ്ടില്ലേ അത്? എന്നാണ് ഇതുപോലെ ഒരു കാറി വന്ന് ബിരിയാണി അടിച്ചു പോകുന്നത്? അളിയാ സമയം നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം മോഹിക്കാം, പക്ഷെ അതിമോഹം പാടില്ല. അളിയാ കറക്റ്റായിട്ട് എന്താ പറയുന്നതെന്ന് വെച്ചാ അവനോന്റെ പീസിൽ അവനോന്റെ പേരെഴുതിയിട്ടുണ്ടാവും. പിന്നെ എന്റെ പീസ് നീ ആഗ്രഹിക്കുന്നത്? മച്ചു ഇതാടാ, ഇത് നീ കഴിച്ചു. കഴിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ചേട്ടാ തന്നോട് വലിയ പീസ് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? പിന്നെ താൻ ചെറിയ ചെറിയ പീസ് എന്റെ പാത്രത്തിൽ കൊണ്ടുവരുന്നത്. വേഗം പോയിട്ട് വലിയ എടുത്തോണ്ട് പാടും. എനിക്കോട്ട് പീസ് കാണോ? ഇത് നിനക്കൊന്നിനും കിട്ടാത്ത വരുന്ന വണ്ടിക്കകത്ത് നോക്ക്. അടിയോ വേഗം സൂപ്പർ വണ്ടിയല്ലേ? വണ്ടി മാത്രമാണോ? ഏതോ വലിയ വീട്ടിലെ പെണ്ണാന്നാ തോന്നുന്നേ. ജാഗുവാറിലേക്കാണല്ലോ വരുന്നത്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണോ? എന്താ വലിയ വീട്ടിലെ പെണ്ണുങ്ങൾ വീഴത്തില്ലേ? അവള് നോക്കിയത് നീ കണ്ടതല്ലേ? അല്ല, അവള് നിന്നെയാണോ എന്നെയാണോ നോക്കിയത്? എടാ നാട്ടുകാർക്ക് മൊത്തം അറിയാം. എടാ എവിടെ പോയടാ? അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. ഷിറ്റ്. അയ്യോ അളിയാ, റോഡ് രണ്ടായിട്ട് പിരിയുന്നല്ലോ. എങ്ങോട്ട് പോണേ? ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ പോയെന്ന് അറിയില്ലല്ലോടാ. ചെന്നൈ, ബാംഗ്ലൂർ, ഏത് വഴിയാ? അളിയാ അങ്ങോട്ട് നോക്കടാ.
ദാ നേരെ പോയ നമ്മുടെ നാട്ടിലേക്ക്. എനിക്കെന്തോ പന്തികടായിട്ടാ ജീവൻ തോന്നുന്നത്. പോകത്തൊന്നുമില്ലല്ലോ. അളിയ എന്ത് നടന്നാലും ഞാനുണ്ടടാ. എല്ലാവരും സന്തോഷമല്ലേ? ഞാൻ എനിക്ക് വേണ്ടിയാണോ പോകുന്നത്? നിനക്ക് വേണ്ടി അളിയ. ഓക്കെ. ആഹാ, ആ. എന്താ ഏട്ടാ പ്രശ്നം? എന്താ പ്രോബ്ലം എന്നറിയില്ല സാർ. വണ്ടി റണ്ണിങ്ങിൽ ഓഫായി. ഓ. ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ചേട്ടൻ മാത്രമേ ഉള്ളൂ? ചേട്ടത്തിന് മാത്രമോ? കാർ നന്നാക്കിയിട്ട് ഹോട്ടലിലേക്ക് വന്നാൽ മതി. ഹായ്. ഹായ്. ഒരു ചെറിയ ഹെൽപ്പ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ജസ്റ്റ് 2 കിലോമീറ്റേഴ്സ് അവേ എന്നെ ഒന്ന് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യാമോ? നാട്ടിലേക്ക് പോണം. 2 കിലോമീറ്റേഴ്സ്. എന്താടാ? Please. കണ്ടിട്ടൊരു പാവാണെന്ന് തോന്നുന്നു. നമുക്കൊണ്ടാക്കിയാലോ? ഓക്കെ, വാ പോകാം. താങ്ക് യു സോ മച്ച്. എടാ അത്രേ ഉള്ളൂ. നീ പുറകിലിരിക്കേ. ബാക്കി നീ കണ്ടോ എന്താണ്? താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോയേനെ. അങ്ങനെ വിടാൻ പറ്റുമോ? താങ്ക് യു. ലോറി വരുന്നു, ലോറി വരുന്നു, വണ്ടിക്ക്. എടാ, എന്റെ ദൈവമേ. നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഫോറിൻ കാർ ഓടിച്ചിട്ടുണ്ടോ? കിട്ടിയാലോ ഓടിച്ചു നോക്കായിരുന്നു. പക്ഷെ അതിന് ഹൈ മെയിൻ്റെനൻസ് അല്ലേ? മെയിൻറ്റെയിൻ എന്തിനാ ചെയ്യുന്ന? വെറുതെ ഒരു ആഗ്രഹത്തിന് ചുമ്മാ ഓടിച്ചു നോക്കിക്കൂടെ? അല്ല, ലോക്കൽ കാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. പക്ഷെ കുറച്ചു ദിവസമായിട്ട് ഒരു ലോക്കൽ കാറിൽ ട്രാവൽ ചെയ്യണമെന്നുണ്ട്. എന്തായാലും എനിക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഓടിച്ചു നോക്കാം അല്ലേ? ഓടിക്കാൻ നിങ്ങൾ രണ്ടുപേരും കാറിനെ കുറിച്ചല്ല സംസാരിക്കുന്നേ? അല്ല, ഒരു ഡൗട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് കാറാ ഇഷ്ടം? എനിക്ക് പിന്നെ കോൺഗ്രസ് തൊട്ടല്ല. അവൻ ഏത് കാർ ഇഷ്ടപ്പെട്ടിട്ട് എന്താ? ആ കാർ ഞാനേ ഓടിക്കത്തുള്ളൂ. അവന് വണ്ടി ഓടിക്കാൻ അറിയില്ല. സത്യമാണോ? നിങ്ങൾ രണ്ടും കാറിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്? അതാ എന്റെ ഹോട്ടൽ. We are here. Yeah. You know, you two are so much fun. Pleasure is ours. Thank you. Sure. So, bye. Bye. Oops. Sorry. Thank you. Thank you. അളിയാ നോക്കുന്നടാ. അയ്യോ, എന്നെ കൊല്ല്. So, I'll tell you what. നിങ്ങൾക്ക് വർക്കൊന്നും ഇല്ലെങ്കിൽ why don't you come up for coffee? കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. ഇല്ല വേണ്ട, ധൃതിയുണ്ട്. ഇറ്റ്സ് ഓക്കെ. Come on, Sudhi. ആരുമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കാ. We'll have some whiskey. It will be so much fun. ഞാൻ വരാം. പോയിട്ട് കാര്യമുണ്ട്. ഇത് ചോദിച്ചപ്പോഴേ ടൈറ്റായി. What's wrong with you?